മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ CMRL MD-ക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ വീണയ്ക്കെതിരായ തെളിവുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സാലോജിക്കും വീണയുമായുള്ള CMRL-ന്റെ കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു ഈ നോട്ടീസിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ? കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുകയുണ്ടായത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൽ CMRL-ന്റെ MD ശശിധരൻ കർത്തയ്ക്കും 4 ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കേസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഫയൽ നമ്പർ 11/2024 എന്നതാണ് ഈ കേസിന്റെ നമ്പർ. ECR ഇട്ടിരിക്കുന്നത് ഈ നമ്പർ പ്രകാരമാണ്. ED അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തു വരുന്നത്. CMRL MD-ക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് വീണ വിജയനെതിരായിട്ടുള്ള രേഖകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സാലോജിക്, വീണ എന്നിവരുമായുള്ള CMRL കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാൻ ഈ സമൻസിൽ നിർദ്ദേശമുണ്ട്. CMRL-ന് എക്സാലോജിക്, വീണ എന്നിവർ നൽകിയ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻവോയ്സുകൾ വേണം എന്നും ED വ്യക്തമാക്കുന്നു. വീണ, എക്സാലോജിക് എന്നിവരുമായി CMRL നടത്തിയ പണമിടപാടുകളുടെ ലെഡ്ജർ ബുക്ക് അത് ഹാജരാക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL MD ശശിധരൻ കർത്ത, മാനേജർ ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു, സുരേഷ് എന്നിവർക്കാണ് നിലവിൽ ഈ നോട്ടീസ് പോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഈ CMRL-ന് നോട്ടീസ് കൊടുത്തത് അവരുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും മാത്രം തേടിക്കൊണ്ടാണ് എന്നുള്ളതാണ്. എന്നാൽ അതല്ല, നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ആ സമൻസിൽ പറഞ്ഞിട്ടുള്ളത് ഈ CMRL ശശിധരൻ കർത്തയുടെയും ഉദ്യോഗസ്ഥരുടെയും പേഴ്സണലായ ചില സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പുറത്തേക്ക് ചോദിച്ചിരിക്കുന്ന ഒരൊറ്റ പേരുകാരി അത് വീണ വിജയനാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകളുമായി നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീകാന്ത്, അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ഘട്ട നടപടിയായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു നോട്ടീസ്, അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം അതിലേക്ക് കടക്കാനാണോ ED-യുടെ ആലോചന? ശ്രീകാന്ത്, ഇനിയും അക്കാര്യത്തിൽ ഒരു സംശയത്തിന് അടിസ്ഥാനം പോലുമില്ല. കാരണം ഈ CMRL-ലുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത MD-യെ തന്നെ തിടുക്കപ്പെട്ട് നേരിട്ട് വിളിച്ചു. ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി വിളിച്ചു. തിങ്കളാഴ്ച അവർ ഹാജരാവുകയും വേണം. അവരിൽ നിന്നും ഈ വിവരങ്ങളെല്ലാം വാങ്ങി അത് പരിശോധിച്ച ശേഷം തൊട്ടടുത്ത നോട്ടീസ് പോകാൻ പോകുന്നത് വീണ വിജയന് തന്നെയാണ്. KSADC ആ ലിസ്റ്റിലില്ല. അതോടൊപ്പം തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥരുടെയോ മറ്റാരുടെയും കാര്യം അതിൽ പറയുന്നില്ല. CSI സഭയും അടക്കമുള്ള ചില സംഘടനകൾക്ക് പണം നൽകിയെന്ന് പറഞ്ഞിരുന്നു CMRL. അവരെക്കുറിച്ച് അതിൽ പറയുന്നില്ല. പറയുന്നത് ഒരൊറ്റ പേരാണ്, അത് വീണ വിജയന്റേതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത നോട്ടീസ് വീണ വിജയന് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.